എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പുതിയ എഴുത്തുകാർ അവരുടെ കവിതാ സമാഹാരങ്ങളും അതിൽ ചില വരികളുടെ പ്രത്യേകതകൾ, ആ വരികളിൽ ചോദിക്കാവുന്ന അലങ്കാരങ്ങൾ എന്നിങ്ങനെയുള്ള വിഷയങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് രേഷ്മയുടെ കവിതാ സമാഹാരം. പെൺപൂച്ചകളുടെ ലോകം, ശവജീവിതം, അനുരാഗിയുടെ ഡയറി, മാനവനുതകുന്നതെങ്ങനെ, ബോർഡർ ലൈൻ. ഇതിൽ ബോർഡർ ലൈൻ എന്ന കവിതയിൽ കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. ആ വരി നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു വരിയാണ്. എൻ്റെ സ്നേഹമാകാൻ ആവുകയില്ലെങ്കിൽ ദയവായി എൻ്റെ ദൈവമാവുക. അപ്പോൾ ഈ വരികൾ ശ്രദ്ധിച്ചോണം. അടുത്തത് ഗഗനം ഗഗനം പോലെ സാഗരം സകയോപാനം. ഈ വരികളിലെ അലങ്കാരം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അനന്യം എന്ന് പറയുന്ന അലങ്കാരമാണ്. പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരാത്ത ഒരു അലങ്കാരമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വസ്തു ഇല്ലാതെ തന്നെ ആ വസ്തുവിനെ അലങ്കരിക്കുന്ന അലങ്കാരത്തെ അനന്യം എന്ന് പറയും. അടുത്ത എഴുത്തുകാരനാണ് പി പത്മരാജൻ. ഇത് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിലും ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ പി പത്മരാജൻ പുതിയൊരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ നോവൽ നോട്ട് ചെയ്തോണേ. നക്ഷത്രങ്ങളെ കാവൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. വാടകയ്ക്ക് ഒരു ഹൃദയം, ഉദകപ്പോള, ഇതാ ഇവിടെ വരെ, മഞ്ഞുകാലം നോറ്റ കുതിര, പ്രതിമയും രാജകുമാരിയും, കള്ളൻ പവിത്രൻ, ഋതുഭേദങ്ങളുടെ പാരിതോഷകം. പത്മരാജൻ്റെ ആദ്യത്തെ തിരക്കഥ എന്ന് പറയുന്നത് പ്രയാണമാണ്. അവസാനം ഞാൻ ഗന്ധർവൻ. പി പത്മരാജൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചലച്ചിത്രം പെരുവഴി അമ്പലം. പി പത്മരാജൻ്റെ ആദ്യത്തെ തിരക്കഥ ഏതാണ്? പ്രയാണം. അവസാനത്തെ തിരക്കഥ ഏതാണ്? ഞാൻ ഗന്ധർവൻ. ആദ്യ ചലച്ചിത്രം പെരുവഴി അമ്പലം. അപ്പോൾ അടുത്ത വ്യക്തി ബി അനിൽകുമാർ. അദ്ദേഹത്തിൻ്റെ കൃതികൾ കടവറയപ്പാസ അദ്ദേഹത്തിൻ്റെ നിഘണ്ടുവാണ്. ചങ്കുണ്ടോ പറക്കുണ്ടോ കവിതാ സമാഹാരമാണ്. അവിയൻ കോര. ഇതിലൊരു അലങ്കാരം അവന്യുതി എന്ന് പറയുന്ന ഒരു അലങ്കാരത്തെ പറ്റി പറയുന്നുണ്ട്. വരികൾ ശ്രദ്ധിച്ചോളൂ. തിങ്കളില്ലത് വിൻ ഗംഗാ പങ്കജം വികസിച്ചത്. അവന്യതി എന്ന് പറയുന്ന ഈ അലങ്കാരം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം തന്നെ അങ്ങ് പഠിച്ചോണം. തിങ്കളില്ലതീ വിൻ ഗംഗാ പങ്കജം വികസിച്ചത്. ഒരു കാര്യത്തെ വെളിപ്പെടുത്താതെ സമാന ആശയത്തെ ഉയർത്തിക്കാട്ടുക. അപ്പോൾ ഇവിടെ ചന്ദ്രൻ ഇല്ലാതെ തന്നെ വിൻ ഗംഗാ പങ്കജം വികസിച്ചത്. കണ്ടോ? തിങ്കളല്ല, ചന്ദ്രനല്ല, പക്ഷേ എന്താണ്? ആകാശം ഗംഗാ പങ്കജം കൊണ്ട് വികസിച്ചതാണെന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത് അവന്യതി. അടുത്ത എഴുത്തുകാരൻ എസ് ജോസഫ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കവിതകൾ ഉപ്പൻ്റെ കൂവൽ വരയ്ക്കുന്നു, ഐഡൻറ്റിറ്റി കാർഡ്, മീൻകാരൻ, കറുത്ത കല്ല്, വെള്ളം എത്ര ലളിതമാണ് അദ്ദേഹത്തിൻ്റെ ലേഖനമാണ്. അടുത്തത് ചന്ദ്രനോടൊപ്പം മഞ്ഞപ്പറന്നാൾ. ഈ മഞ്ഞപ്പറന്നാൾ എന്ന് പറയുന്ന കൃതിക്ക് സാഹിത്യ അക്കാദമിയുടെ തന്നെ മികച്ച കവിതാ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അടുത്തൊരു കവിയാണ് പി രാമൻ. ഉത്തരാധുനിക കവിതയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കവിതയാണ് കനം. ഇതിങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. പി രാമൻ്റെതാണ് കനം. 2001 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അടുത്ത് തുരുമ്പ്, ഭാഷയും കുഞ്ഞും, രാത്രി 12:30 ഒരു താരാട്ട്. അടുത്തത് പിന്നിലേക്ക് വീശുന്ന കാറ്റ്, ഇരട്ടവാലൻ.
അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട കവിതകളാണ്. ഇനി പരിഭാഷകളാണ്. തമിഴിൽ നിന്ന് മലയാളത്തിലോട്ട് പരിഭാഷപ്പെടുത്തിയ കൃതികൾ. മായപ്പൊന്ന്, കുളത്തിലെ നക്ഷത്രം എങ്ങനെ പരുവപ്പെടുത്താം. അപ്പം ഇത്രയും കൃതികൾ പി രാമൻ. അടുത്തൊരു അലങ്കാരമാണ്. കന്ദർപ്പ നീ കളിക്കേണ്ട, മന്ദ ഞാൻ ശിവഭക്തനാം. കാവ്യലിംഗം എന്ന് പറയുന്ന അലങ്കാരമാണ് ഈ വരികളിൽ സൂചിപ്പിക്കുന്നത്. ഒരു കാര്യത്തിൻ്റെ കാരണത്തെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അലങ്കാരം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അടുത്ത ദ്രാവിഡ ഭാഷയുടെ ലേഖനത്തെക്കുറിച്ച് എഴുതിയ വ്യക്തി ആരാണ്? ദ്രാവിഡ ഭാഷകളുടെ ലേഖനത്തെക്കുറിച്ച് എഴുതിയ വ്യക്തി ആരാണ്? LB രാമസ്വാമിയാണ്. ഇതിൽ രൂപവിജ്ഞാനമെന്നും സ്വനവിജ്ഞാനമെന്നും ഇതിനെ തിരിച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ കൃതികളാണെങ്കിൽ മലയാളം സ്വനവിജ്ഞാനം, എ ബ്രീഫ് അക്കൗണ്ട് ഓഫ് മലയാളം ഫോണറ്റിക്സ്, ഗ്രാമർ ഇൻ അദ്ദേഹത്തിൻ്റെ കൃതികൾ ഒരിക്കൽ കൂടെ പറയാം. മലയാളം സ്വനവിജ്ഞാനം, എ ബ്രീഫ് അക്കൗണ്ട് ഓഫ് മലയാളം ഫോണറ്റിക്സ്, ഗ്രാമർ ഇൻ ലീലാതിലകം. അപ്പോൾ ഈ ഒരു വ്യക്തിയെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. അടുത്ത വ്യക്തിയാണ് അമ്മു ദീപ. പ്രധാന കൃതികൾ കരിങ്കുട്ടി, ഗ്രഹണം, ബലി, കാവൽ, സവാരിക്കള്ളൻ. അച്ഛനെക്കുറിച്ച് 2 ഓർമ്മകൾ, ഇരിക്കപ്പൊറുതി, മെലിഞ്ഞശ്രീ. അടുത്തൊരു ക്വസ്റ്റ്യനാണ്. പ്രണയ ജാപവാൻ ആരുടേത്? NB ചെല്ലപ്പൻ. ഈ കൃതി എഴുതിയിരിക്കുന്നത് NB ചെല്ലപ്പൻ. അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികളാണ് ഇബിലീസിൻ്റെ നാട്ടിൽ, മിന്നൽ പ്രണയുകൾ, വനകുമാരി, ലെഫ്റ്റ് റാണി, ഇടിയും മിന്നലും, വികടയോഗി, ഭാവന. ഇനി അടുത്ത് നമുക്ക് എല്ലാ പ്രാവശ്യവും ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കടലാസ് വിദ്യ ആരുടേത്? NG ഉണ്ണികൃഷ്ണൻ. 2002 കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ട്. NG ഉണ്ണികൃഷ്ണൻ്റെ മറ്റു കൃതികൾ ചെറുത് വലുതാകുന്നത്, ഒരു കുരുവി ഒരു മരം, യന്ത്രവും എൻ്റെ ജീവിതവും, പശുവിനെക്കുറിച്ച് 10 വാചകങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ. കേരള ഉൽപ്പത്തി ആരുടെ കൃതിയാണ്? ആരുടേതാണ്? നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളതാണ്, ഹെർമൻ ഗുണ്ടർട്ട്. ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ മറ്റു കൃതികൾ ഏതെല്ലാം? കേരള ഉൽപ്പത്തി, മലയാള ഭാഷാ വ്യാകരണം, നളചരിത സാരോദയം, കേരള പഴമ, ത്രിഭാഷാ നിഘണ്ടു. അടുത്ത വ്യക്തിയിലോട്ട് പോവാം. T പത്മനാഭൻ. ഇദ്ദേഹത്തിനെ പറ്റി കൂടുതലും കേട്ടിട്ടിൽ ഒരു ക്വസ്റ്റ്യനെങ്കിലും ചോദിക്കാതെ വിടൂല. ശ്രദ്ധിച്ചോണേ. 1955 പ്രകാശം പരത്തുന്ന പെൺകുട്ടി. T പത്മനാഭൻ്റെ കൃതികളാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി, ഒരു കഥാകൃത്ത് കുരിശിൽ, മകൻ സിംഗിൻ്റെ മരണം, ഷെയ്ഖ് കുട്ടി, ടൈഗർ, തകഴി, വെള്ളപ്പൊക്കത്തിൽ, വീട് നഷ്ടപ്പെട്ട കുട്ടി, ഗൗരി, KP അപ്പൻ്റെ ഗൗരി, കടൽ. അപ്പം എന്നിങ്ങനെയുള്ള കൃതികൾ പറ്റി പറയുന്നത്. അടുത്തത് PV ഷാജികുമാർ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഉള്ളാളും കിടപ്പറ സമരണം, മരണവംശം അദ്ദേഹത്തിൻ്റെ നോവലാണ്, ജനം കഥാസമാഹാരമാണ്, വെള്ളരിപ്പാടം, ജാനകി ഉണ്ടാക്കിയ കവിതകൾ. അടുത്തൊരു ക്വസ്റ്റ്യനാണ്. കേരളത്തിലെ കാളി സേവനം ആരുടേത്? ചേലനാട്ട് അച്യുതൻ മേനോൻ. അദ്ദേഹത്തിൻ്റെ മറ്റ് എഴുത്തുകളാണ് കാറ്റലോഗ് ഓഫ് മലയാളം,
ബാലറ്റ് ഓഫ് നോർത്ത് മലബാർ വിദേശത്ത് നിന്ന് പഠനം നടത്തി വന്നതിന് ശേഷമാണ് എഴുതിയത്. അടുത്തതാണ് അബിൻ ജോസഫ്. അബിൻ ജോസഫിനെ പറ്റി PYQ ക്വസ്റ്റ്യൻസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികൾ കല്യാശ്ശേരി തീസിസ്, സഹയാത്രിക, അരിവാൾ ചുറ്റിക നക്ഷത്രം. അടുത്ത എഴുത്തുകാരൻ അഖിൽ. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ മുത്തപ്പൻ നോവലാണ്, താരകകാന്തൻ, പിന്നുള്ളത് സിത്താര. പ്രധാനപ്പെട്ട കൃതികൾ അഗ്നി കവിതകളും, സൽവദാർ ദാരി, വേഷപ്പകർച്ച, നൃത്തശാല, ഇടം, മോഹജോല, കറുത്ത കുപ്പായക്കാരി, അമ്ളം. അപ്പം ഇത്രയും കൃതികൾ കവിതയുമായിട്ട് ബന്ധപ്പെടുത്തി. പുതിയ എഴുത്തുകാരും കവിതയും കുറച്ച് അലങ്കാരങ്ങൾ എന്നിവയെ പറ്റിയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് പോകണം. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നന്ദി.